Welcome to Pharmacology Simplified by Martin. So today we are going to discuss about protein synthesis inhibitors. So ബാക്ടീരിയയിലെ പ്രോട്ടീൻ സിന്തസിസിന് ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആക്ഷൻ തരുന്ന ക്ലാസ് ഓഫ് ആന്റിബയോട്ടിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ബാക്ടീരിയയിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് എന്നുള്ളത് ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നിങ്ങൾക്കറിയാം പ്രോട്ടീൻ സിന്തസിസ് മെയിൻ ആയിട്ട് സെല്ലിൽ നടക്കുന്നത് റൈബോസോമിലാണ്. സോ റൈബോസോമിന്റെ രണ്ട് പാർട്ടുണ്ട്, 30S ആൻഡ് 50S. സോ ഈ രണ്ട് പോർഷനും കൂടെ ഇന്ററാക്ട് ചെയ്തിട്ട് 70S ആയിട്ടാണ് അത് മാറുന്നത്. പിന്നെ ഈ ഒരു 30S പോർഷനിലാണ് mRNA ഫീഡ് ചെയ്യുന്നത്. 50Sന് മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് കാറ്റലൈറ്റിക് ഫങ്ഷൻസ് ആണ്. പിന്നെ ആക്ച്വലി ഇവിടെ നടക്കുന്ന റൈബോസോംസ് ഈ mRNA ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീൻസ് ആക്കും. ഇവിടെയുള്ള കോഡോൺസ് ഉണ്ട്, ഈ കോഡോൺസിനെ റീഡ് ചെയ്തുകൊണ്ടാണ് റൈബോസോംസ് mRNA പ്രോട്ടീൻസ് ആക്കി മാറ്റുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം tRNA. ഈ tRNA ആണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സിന് ഇതിന്റെ A സൈറ്റ് P സൈറ്റ്, ഈ tRNA A സൈറ്റിലോട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ കൊണ്ടുവരും. പിന്നീട് അത് പി സൈറ്റിലുള്ള ഗ്രോവിംഗ് പെപ്റ്റൈഡ് ചെയിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണും. ഗ്രോവിംഗ് പെപ്റ്റൈഡ് ചെയിന്, ഈ പെപ്റ്റൈഡ് ചെയിനായിട്ട് ഒരു ഗ്രോവിംഗ് പ്രോട്ടീൻ ചെയിനായിട്ട് ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും. പിന്നീട് നെക്സ്റ്റ് സ്റ്റെപ്പില് tRNA പി സൈറ്റിൽ നിന്ന് tRNA ഇവിടെ ഓൾറെഡി പറഞ്ഞു പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ പറഞ്ഞു, അവിടുന്ന് റിലീസ് ആവും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഞാനിവിടെ സ്പേസ് അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്രയും കാര്യം കാണിച്ചിട്ടില്ല. പിന്നെ ഇത് എവിടെ വരെ ഇത് കണ്ടിന്യൂ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടിൽ ഈ പറഞ്ഞ റൈബോസോം ഒരു സ്റ്റോപ്പ് കോഡോൺ എൻകൗണ്ടർ ചെയ്യുന്നവരെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. സോ ഇതാണ് ആക്ച്വലി ഇങ്ങനെയാണ് ബാക്ടീരിയയിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ ഡ്രഗ് നമുക്കറിയാം പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇതിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ ഓരോ ഡ്രഗും ക്ലാസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ മെക്കാനിസം ഞാൻ ഡയഗ്രമാറ്റിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നിങ്ങൾ ഇത്ര ഓർത്ത് വെക്കുക, നമുക്ക് രണ്ട് കാറ്റഗറി ഓഫ് ഡ്രഗ്, അമിനോ ഗ്ലൈക്കോസൈഡ്സ് അതുപോലെ തന്നെ ടെട്രാസൈക്ലിൻ, ഇത് 30S റൈബോസോമൽ സബ് യൂണിറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന രണ്ട് കാറ്റഗറി ഓഫ് ഡ്രഗ്സ് ആണ്. പിന്നീട് നമുക്ക് ഇവിടെ കാണാം ക്ലോറാംഫെനിക്കോൾ, മാക്രോലൈഡ്സ്, കീറ്റോലൈഡ്സ്, ലിങ്കോസമൈഡ്, ഈ ഒരു കാറ്റഗറി ഡ്രഗ് ഒന്നുകൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഓക്സാസോളിഡിൻ ഡയോൺസ് എന്നും പറഞ്ഞൊരു ഡ്രഗ് കൂടെ വരുന്നുണ്ട്. ഇവരെല്ലാം ഈ റൈബോസോമിലെ 50S റൈബോസോമൽ സബ് യൂണിറ്റിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന്റെ അഡ്വൈസ് എഫക്റ്റും കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതിന്റെ എല്ലാ അഡ്വൈസ് എഫക്റ്റ് എല്ലാം തന്നെ. സോ ആസ് ഐ സെഡ് ഏർലിയർ 30S സബ് യൂണിറ്റ് ഇൻഹിബിറ്റേഴ്സ്, നമുക്കൊരു കോഡ് ഓർത്തു വെക്കാം, അറ്റെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, AT. A stands for aminoglycoside. ഇതിൽ നമുക്ക് സ്ട്രെപ്റ്റോമൈസിൻ, ജെന്റാമൈസിൻ, ടോബ്രാമൈസിൻ അങ്ങനെ ഒത്തിരി ഡ്രഗ്സ് ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു കാറ്റഗറി ഡ്രഗിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അഡ്വൈസ് ആയിട്ട് ഓട്ടോടോക്സിസിറ്റി, കോക്ലിയർ ഡാമേജ് ഒക്കെ വരും, നെഫ്രോടോക്സിസിറ്റി ആൻഡ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ബ്ലോക്കേഡ്. നെക്സ്റ്റ് ഡ്രഗ് T റെപ്രസെന്റ് ചെയ്യുന്ന ടെട്രാസൈക്ലിൻ, ഇതിന്റെയും മെയിൻ ആയിട്ടുള്ള ഡിസ്കളറേഷൻ ഓഫ് ടീത്ത് ആണ് പെർമനന്റ് ആയിട്ട് വരുന്നത്. പിന്നെ കുറെ ഓർഗൻ ടോക്സിസിറ്റി ലൈക്ക് കിഡ്നി ടോക്സിസിറ്റി, ലിവർ ഡാമേജ്, അങ്ങനെ കുറെ അഡ്വൈസ് ആയിട്ടും ഈ ഒരു ഡ്രഗിന് വരുന്നുണ്ട്. പിന്നീട് വരുന്നത് 50S സബ് യൂണിറ്റ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇവിടെ ഞാനൊരു കോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് KLCM. അപ്പൊ നിങ്ങൾ കേരള ചീഫ് മിനിസ്റ്റർ എന്ന് ഓർത്താൽ മതി, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ പ്രയോറിറ്റി വൈസിനാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ C സ്റ്റാൻഡ്സ് ഫോർ ക്ലോറാംഫെനിക്കോൾ. അതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അഡ്വൈസ് ആയിട്ട് ബോൺ മാരോ സപ്രഷൻ, പിന്നീട് ഇൻഫൻസിൽ ഗ്രേ ബേബി സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ. നെക്സ്റ്റ് മാക്രോലൈഡ്സ്, ഇതിലാണ് എർത്രോമൈസിൻ, അസിത്രോമൈസിൻ, റോക്സിത്രോമൈസിൻ കാറ്റഗറി ഡ്രഗ് വരുന്നത്. ഇതിൽ GI ഡിസ്റ്റർബൻസ്, ഇപ്പൊ കോമൺ ആയിട്ട് നിങ്ങൾ എഴുതും നോസിയ, വോമിറ്റിംഗ്, ഡയറിയ എന്നൊക്കെ. പക്ഷെ ഈ ഒരു ഡ്രഗിന്റെ GI സിംറ്റംസ് അല്ലെങ്കിൽ GI ഡിസ്റ്റർബൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഫിസിഷ്യൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, അവർക്ക് ഈ ഒരു വളരെ കൺസേൺ ഉള്ള ഒരു അഡ്വൈസ് പറ്റും കൂടെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട്. ദാറ്റ് ഈസ് QT ഇന്റർവൽ പ്രൊലോങ്ങേഷൻ. ഓക്കെ, നെക്സ്റ്റ് കീറ്റോലൈഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഡ്രഗ്, അതിൽ ഹെപ്പാറ്റോടോക്സിസിറ്റി, ഒക്കുലാർ സൈഡ് എഫക്ട്സ് ലൈക്ക് വിഷ്വൽ ഡിസ്റ്റർബൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ലാസ്റ്റ് വൺ ലിങ്കോസമൈഡ്സ്, ഏറ്റവും മെയിൻ ആയിട്ടുള്ള അഡ്വൈസ് പറ്റ് ഡയോറിയ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ 1 by 1 ആയിട്ട് അമിനോഗ്ലൈക്കോസൈഡ്, ടെട്രാസൈക്ലിൻ ആ ഒരു ഓർഡറിൽ വിത്ത് അതിന്റെ ഡയഗ്രമാറ്റിക് മെക്കാനിസം ഓഫ് ആക്ഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് ഫ്ലോ ചാർട്ട് ആ ഒരു രീതിയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.